ഏത് ഏത് ഏറ്റവും ഓൾഡസ്റ്റ് ഒരു കപ്പിൾ ഡോക്ടർ ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ് ചെയ്തൊരു കപ്പിൾ ഉണ്ടോ? അങ്ങനെ ഒരു നല്ല പ്രായം ഒരു 40+-നൊക്കെ ഇൻഫെർട്ടിലിറ്റി അങ്ങനത്തെ പിള്ളേരും അതിന്റെ സന്തോഷമാണല്ലേ കയ്യിലോട്ട് കെട്ടിക്കഴിയുമ്പോൾ? ഷുവർ, ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ ഇപ്പം നമ്മുടെ ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ തന്നെ ഒരു 12 years ഇൻഫെർട്ടിലിറ്റി ആയിട്ടുള്ള ആൾക്കാർ അവർ IVF ഒന്നും ഇല്ലാതെ കൺസീവായി അവർ എല്ലാ സ്ഥലത്തും കാണിച്ചു വന്നതാണ്. അന്ന് ഞാൻ ലേബർ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഹസ്ബൻഡ് എൻ്റെ കാലിൽ വീണു. ഞാൻ തന്നെ ഒരുമാതിരി നമ്മൾ തന്നെ ഒരുമാതിരി അവസ്ഥയില്ല, കാരണം ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ട്, ക്രൗഡ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത്, ഇതൊക്കെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ പറയില്ല, ഹോസ്പിറ്റലിൽ നമുക്ക് കുറേ സ്ട്രെസ്സസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഏത് ഡോക്ടർക്ക് ഉണ്ട്, ഗൈനക്കോളജിസ്റ്റിന് മാത്രമല്ല. പക്ഷേ ഇതിൽ ഉള്ള പോസിറ്റീവ് ഫാക്ടേഴ്സാണ് നമ്മളെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു കാര്യം. എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ടോ? ലേബർ റൂമിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി ഡെലിവറി കഴിഞ്ഞിട്ട് ഇറങ്ങി വരും. അപ്പോൾ അവരിങ്ങനെ ഉന്തിക്കൊണ്ട് വരികയാണ്. അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന ഉടനെ എല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ അവൾ ഹസ്ബൻഡിൻ്റെ നേരെ കൈ മേലാൽ എൻ്റെ അടുത്ത് വരരുത്. ഇതുപോലത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഹാലൂസിനേഷൻ്റെ സമയത്തൊക്കെ ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ഡോക്ടർ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒറ്റ ഒരാൾ കാരണമാണ് ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൂടെ ആളെ കേട്ടേണ്ടതാ, കാരണം പുള്ളി എന്നെ അവിടെ നിന്നൊക്കെ. ഞാൻ അതേപോലെ ഒരു തമാശ എന്താ വെച്ചാൽ, ഹസ്ബൻഡിനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം, അദ്ദേഹത്തെ വിളിക്കണ്ട, അദ്ദേഹത്തെ ഇവിടെ എനിക്ക് മനസ്സമാധാനം വേണമെന്ന് പറഞ്ഞു. ഇനി സ്വസ്ഥമായിട്ട് കിടക്കണം. ഇതൊക്കെ ഫണ്ണാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ചിരിക്കുന്ന ഫണ്ണാണ്. കുറച്ച് സമയത്തല്ലേ ഉണ്ടാവുള്ളൂ. അതെ അതെ, അത്രേ ഉള്ളൂ. ഞാനൊരു സർജറി കഴിഞ്ഞ് കിടക്കുന്ന പോസ്റ്റ് ഓപ്പറേറ്റീവിൽ, അപ്പം ഗൈനക്കോളജി റിലേറ്റഡ് ആണ്. അപ്പോൾ അവിടെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾ അപ്പോൾ ആ സമയത്ത് എല്ലാം അനസ്തേഷ്യ എല്ലാം ഉണ്ടല്ലോ. ഞാൻ ആ സമയത്ത് ഇങ്ങനത്തെ അപ്പുറത്തെ ഇപ്പുറത്തെ ബെഡുകളിലുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇനി ഒരിക്കലും ഇല്ല ഇങ്ങനത്തെ കേട്ടോ. അത് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർമാർ ഇതെല്ലാം കേൾക്കുന്നവരാണല്ലോ. പക്ഷെ അവർ തന്നെ പിന്നെയും വലിയ താമസമില്ലാണ്ട് രണ്ടാമത്തെ കുട്ടിക്കും. തീർച്ചയായും അത് ആക്ച്വലി എന്താണെന്നറിയോ, ഡെലിവറി സമയത്തൊക്കെ പെയിൻ ഉണ്ടാവും അല്ലേ? ഇപ്പൊ എപ്പിഡ്യൂറലാണെങ്കിലും ചിലപ്പോൾ പെയിൻ ഒക്കെ ഉണ്ടാവും, കുറച്ചൊക്കെ ഉണ്ടാവും. എപ്പിഡ്യൂറലിന് കുറച്ച് പെയിൻ അല്ല, എപ്പിഡ്യൂറൽ ശരിക്കും വേദന മുഴുവനായിട്ട് മാറാത്ത സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ എന്റെ വൈഫിനൊക്കെ ഒരു സൈഡിൽ മാത്രം പെയിൻ ഉണ്ടായിരുന്നു. പെയിൻ ലെസ് പെയിൻ എന്ന് പറയും നമ്മൾ ചിലപ്പോൾ സമയത്ത്. മനസ്സിലല്ലോ, നമുക്ക് ഒരു അതിന് കൊടുക്കുന്ന അളവ് മരുന്നൊക്കെ വെച്ചിട്ട് പെയിൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഡെലിവറി ആവും. ചില ആൾക്ക് നല്ലോണം ആക്ട് ചെയ്യും. അപ്പോൾ ഈ എത്ര ഇനിയിപ്പോൾ എപ്പിഡ്യൂറലൊന്നും ഇല്ല, സാധാ പ്രസവിച്ചെന്ന് വിചാരിച്ചോ, എത്ര പെയിനുള്ള ആളാണെങ്കിലും നെക്സ്റ്റ് ഡേ അവരുടെ മുഖത്ത് അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവില്ല. ഒരു പെയിൻ്റെ കാര്യം പോലും പറയില്ല. അവർക്ക് ഇനി പെയിൻ ഉള്ള സമയത്ത് തന്നെ പെയിൻ്റെ കാര്യം പറയില്ല. നെക്സ്റ്റ് സെക്കൻഡ് ഡേ കൺസേൺ മൊത്തം മാറി. ബേബിയുടെ കാര്യമാണ്. ബേബി പാല് കുടിക്കുന്നില്ല, ബേബി നോക്കുന്നില്ല, ബേബി ചിരിക്കുന്നില്ല, ബേബി കരയുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും നെക്സ്റ്റ് ഡേ. ബേബിയെ പറ്റിയില്ല. അതാണ് ശരിക്കും ഒരു മദറും, അതാണ് മദർലി ലവ് എന്ന് പറയുന്നത്. മനസ്സിലല്ലോ, മദറും ബേബിയായിട്ടുള്ള കണക്ഷൻ. നെക്സ്റ്റ് ഡേ ഒരിക്കലും ഒരു പേഷ്യൻറ്റും അവരുടെ പെയിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാറില്ല. ശരിയാണ്, മറന്നു പോകും. പിന്നെ ഇതൊക്കെ നമ്മളിപ്പോൾ ബേബിയുടെ കാര്യം പറഞ്ഞു. ഇത് കൂടാതെ സിനിമ കാണാനായിട്ട് ഞങ്ങൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ ഞങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഇത് തന്നെയാണ് കഥയുടെ ഒരു മെയിൻ ക്രക്സിനെ പറ്റിയിട്ട്. ഇതൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ മദർലി ലവ് ആണെങ്കിലും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇതിനെല്ലാം ടച്ചപ്പ് ഓൺ ചെയ്തു പോകുന്ന ഒരു സിനിമയാണ്. ആൻഡ് ഈ സിനിമയിൽ നമ്മൾ മൊത്തത്തിലൊരു പുതിയ കാസ്റ്റിംഗ് ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്, ഒരു എൻറ്റയർ കോമ്പിനേഷൻ. ഇപ്പോൾ ഉണ്ണിയും നിഖിലയും ഒന്നിച്ച് വന്നിട്ടില്ല അതിനു മുമ്പ്. അതേപോലെ ഉണ്ണിയുടെ കൂടെ അഭിനയിക്കാത്ത ആർട്ടിസ്റ്റുകൾ, ഇവരെല്ലാം ഒരുപാട് കോമ്പിനേഷൻ പ്രീവിയസ്ലി വന്നിട്ടില്ല. ഒരു 90% കാസ്റ്റും ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്കൊരു പുതുമയുണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ വിഷയങ്ങൾ, ഞങ്ങൾ പ്രതിപാദിച്ചുള്ള വിഷയങ്ങൾ വളരെ സ്വീറ്റായിട്ട് കൺവേ ചെയ്യാൻ. ഇപ്പം നമ്മളിതിൽ പറഞ്ഞത് പലതും തമാശയായിട്ട് ഡോക്ടർ പറഞ്ഞെങ്കിൽ ഇതൊക്കെയും കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇതെല്ലാം നമ്മൾ ടച്ചപ്പ് ഓൺ ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. അത് എൻഗേജിങ് ആയിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി കണ്ടിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു മാറ്റം, ഇപ്പോൾ പ്രോബ്ലി ശരി എന്നാൽ ഭർത്താവും കൂടി തിയേറ്ററിലേക്ക് കയറിക്കോ എന്ന് പറയുന്നൊരു സിറ്റുവേഷനെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സന്തോഷം. സിനിമയുടെ അല്ല, നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ പോലും അങ്ങനെ സംഭവിച്ചാൽ നല്ലതെന്ന് ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു വലിയ കാര്യമാണ്, പിന്നെ ഈ അടുത്ത കാലത്ത് ഉണ്ടായ സിനിമയൊക്കെ വയലൻസും കൊലപാതകവും ഉണ്ണി തന്നെയാണ് വലിയൊരു സിനിമ. ഇപ്പം നമ്മൾ ഉണ്ണിയുടെ കഴിഞ്ഞ സിനിമ കണ്ടിട്ട് ഫുൾ വയലൻസ്, കൊലപാതകം ഇതൊക്കെ കണ്ടിട്ട് രക്തം കണ്ടിട്ട് ഒരു ഫീൽ ഗുഡ് മൂവി കാണാൻ സത്യം പറഞ്ഞ ഒരു പ്രേക്ഷകന നിലയിൽ നമുക്ക് കൊതിയായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ അത് ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാന്ന് പറയാം. നമുക്ക് ഈ പറഞ്ഞ പോലെ സ്വീറ്റ് ആയിട്ട് കുടുംബസമേതം പോയിരുന്ന് കാണാവുന്ന
കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന കുറച്ച് ഇമോഷൻസ്. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് വന്നത് ഒന്നെങ്കിൽ ഇതുപോലെ വയലൻസ് ഉള്ള സിനിമകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുറ്റാന്വേഷണ കഥയായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റേ യങ്സ്റ്റേഴ്സ് ജെൻസിയുടെ പടങ്ങളായിരിക്കാം. ഇതെല്ലാം മാറിയിട്ട് ഒരു ഫീൽ ഗുഡ് മൂവി കാണാൻ സത്യം പറഞ്ഞാൽ ഇതിൽ ചില സിനിമകളൊക്കെ വളരെ നല്ലതാണ്. നല്ലതുമാണ്. സിനിമ മോശം എന്ന് പറയുന്നില്ല. ഡിഫറെന്റ് കൈൻഡ് ഓഫ് മൂവി. വിനയുടെ സിനിമകൾ തന്നെ എടുക്കുകയാണെങ്കിൽ കിളിപോയി കഴിഞ്ഞിട്ട് കോഹിനൂർ എല്ലാം വേറെ വേറെ തീമുകളാണ്. അത് കഴിഞ്ഞാൽ മീൻ ലൈക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടല്ലേ സാധാരണ ആളുകൾ ഒരു പാറ്റേൺ പിടിക്കും. അല്ല എന്താ വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് എല്ലാം ഭയങ്കര നീഷ് ജോണറായിരുന്നു. ഒന്ന് സ്റ്റോണർ ഫിലിം ആയിരുന്നു, ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു നാടൻ ഹൈസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു പീരിയഡ് പടമായിരുന്നു. ഇത് കുറച്ചുകൂടി വൈഡർ ഓഡിയൻസിലേക്ക്, ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാവുന്ന തീമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇപ്പം ഡോക്ടർ, നമുക്കൊരു സന്തോഷം വെച്ചാൽ നമ്മുടെ ഹെൽത്ത് കെയർ ഫ്രറ്റേണിറ്റിയിലെ മൊത്തം സിനിമ ഒരു ആശുപത്രിയോ മെഡിക്കൽ കോളേജോ ആണ് പടത്തിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ടും ലൊക്കേഷനും ഉള്ളത്. ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, സ്വന്തമായിട്ട് എടുക്കുന്ന മറ്റേ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് ഉണ്ട്, എല്ലാം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതമാണ് ഈ സിനിമ. ഒരു പരിധി വരെ ഞങ്ങൾ കുറച്ച് ഫിക്ഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ലൈഫ് കാണാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് ഈ സിനിമ എടുക്കാം. തീർച്ചയായും. അതുപോലെ ഓൾറെഡി നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ പറയുണ്ടായി, നമ്മളിത് ഇറങ്ങിയിട്ട് വേണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി കാണണം. അതെ. ഇന്നലെ ഇത് പറയുമ്പോൾ രസകരം വെച്ചാൽ എൻ്റെ കൂടെയുള്ള സ്റ്റാഫ് പറയുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും ഇതുപോലെ നമ്മൾ സ്ട്രെസ് നിന്ന് പണിയെടുപ്പിക്കുകയാണ്, ഗെറ്റ് സെറ്റ് ബേബി ഗ്രൂപ്പായിട്ട് കാണാൻ അനുവാദം തരണം. അപ്പോൾ ഗെറ്റ് സെറ്റ് ബേബി കാണാൻ ഇങ്ങനെ ആൾക്കാർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പോയി കണ്ടിട്ട് വേണം ഞങ്ങൾക്കും സന്തോഷമാവാനുള്ളതാണ്. പ്രത്യേകിച്ച് ഉണ്ണിയുടെ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഒരു അവതാർ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പുള്ളി പ്രണയിച്ചു ഇടിച്ചു ഡോക്ടറായിട്ട്. നമുക്ക് ഉണ്ണിയുടെ ഇടിയില്ലാത്ത പടമായിരിക്കും ഇത് ആക്ച്വലി. മറ്റേ എവിടെയെങ്കിലും ഒക്കെ ഇടിക്ക് സാധ്യതയുണ്ട്, ഇതിൽ ഇടിയൊന്നുമില്ല. കോമഡി ഉണ്ട് അത്യാവശ്യം. നമ്മൾ ഇത് ഭയങ്കര ഒരു ഡൈസി ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് അല്ലെങ്കിൽ ഈ ഡെലിവറി റിലേറ്റഡ് ഹോസ്പിറ്റൽ റിലേറ്റഡ് ഒക്കെ തമാശകൾ ഉണ്ടാക്കുമ്പോൾ അതൊരു ഒരു 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 തിൻ ലൈനാണ്. ചിലപ്പോൾ അത് വൾഗറാവാം, ചിലപ്പോൾ അത് ഭയങ്കര ക്രാഷായി മാറാം. അപ്പോൾ അതില്ലാതിരിക്കാൻ ഞങ്ങൾ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കര സ്വീറ്റായിട്ട് കഥ പറഞ്ഞു പോകാൻ മാത്രമാണ് നമ്മളുടെ ഉദ്ദേശം. ട്രയലേഴ്സ് പോസ്റ്റേഴ്സ് എല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ പടം കാണാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നൊരു സിനിമയാണ്. ഞങ്ങൾ കുറച്ച് കളർഫുൾ ആയിട്ട് വളരെ കളർഫുൾ ആയിട്ടാണ്. നിഖിലയും എല്ലാം നല്ല കളർഫുൾ ഉള്ള ആ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഇട്ട് കുറച്ച് കൂടി ഈ അടുത്ത കാലം എല്ലാവരും ഈവൻ ഉണ്ണി എല്ലാം കുറച്ച് ഫ്രഷ് ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ. ഇതൊരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പടമാണ്. നമ്മൾക്ക് ഈ പറഞ്ഞ് ഇപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾക്കപ്പുറം റിലേഷൻഷിപ്പുകളെ പറ്റി കൂടി സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൽ നമ്മൾ ഹോസ്പിറ്റലുകളുണ്ടെങ്കിൽ പോലും അത് വളരെ എൻഗേജിങ് ആയിട്ടുള്ള സീക്വൻസുകളിലൂടെയാണ് നമ്മൾ പോയിട്ടുള്ളത്. നമുക്കൊരു പക്ഷേ വേറെ എവിടെയും കാണാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഓപ്പറേഷൻ തിയേറ്ററിനകത്തായാലും ഹോസ്പിറ്റലിനകത്തായാലും ഉള്ള പല കാര്യങ്ങളും നമ്മളിതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിന് പുറത്തും നല്ല ബന്ധങ്ങളുടെ ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ കുടുംബസമേതം തിയേറ്ററിലേക്ക് വന്ന് എല്ലാവരും സിനിമ കാണുക. എനിക്ക് തോന്നുന്നു ഡോക്ടർ, നമ്മളിത് ഗെറ്റ് സെറ്റ് ബേബിയുടെ വിജയാഘോഷം ഹോസ്പിറ്റൽസിൽ വെച്ച് മാറ്റാം. ഗൈനക്കോളജി വാർഡിലും അതെ, ഗൈനക്കോളജി വാർഡിലും ആൾക്കാർക്ക് രോഗികൾക്ക് സന്തോഷമാവുന്ന രീതിയിൽ ഇതിന്റെ ചിലപ്പോൾ 100 കോടി കയറുന്നതിന്റെ ഒരു സന്തോഷം ആശുപത്രി വെച്ചാക്കാം.